നിയോ പ്രൈമിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസസ് ഹാൻഡിൽ ചെയ്യുന്നത് മോസ്റ്റ് ഡിമാൻഡഡ് ആയിട്ടുള്ള ഫാമിലി കോർട്ട് ലോയറായ എല്ലാവർക്കും അറിയുന്ന അഡ്വക്കേറ്റ് ശൈല റാണിയാണ്. മാം വെൽക്കം. താങ്ക് യു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസസ് ഇന്ന് കേരളത്തിൽ ഹാൻഡിൽ ചെയ്യുന്ന മുഖം ഇതാണ്. എനിക്ക് ആദ്യത്തെ ചോദ്യം തന്നെ സ്ട്രെയിറ്റ് ഫോർവേഡാണ് മാം. കേരളത്തിൻ്റെ ഈ ഒരു എന്താ പറയുക ഒരു ട്രെൻഡ് അനുസരിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ കഴിഞ്ഞൊരു 3 മാസത്തിനുള്ളിൽ മാമിനെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്ത ഒരു ഡൊമസ്റ്റിക് വയലൻസ്, അതായത് കേരളത്തിൽ ഇത് നടക്കാൻ പാടില്ലായിരുന്നു എന്ന് മാം എന്ന് പറയുന്ന വളരെ മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു അമ്മയ്ക്ക്, ഒരു സ്ത്രീക്ക് തോന്നിയ ഒരു ഡൊമസ്റ്റിക് വയലൻസ്. എപ്പോഴും എല്ലാത്തിലും പെയിൻ ഉണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കേസുകളിലാണെങ്കിലും വളരെ സന്തോഷത്തോടെ കയറി വരുന്നില്ല, നിറഞ്ഞ കണ്ണുകളോടെ മുറിവേറ്റ് ഓടി വരുന്ന കേസുകളാണ്. അപ്പോൾ ഒരെണ്ണം ഇതാണ് മറ്റേതാണ് ഇങ്ങനെ പറയാൻ പറ്റില്ല. ഏറ്റവും വേദനിപ്പിച്ചതും ഷോക്കിങ് ചെയ്യുന്നതും കുഞ്ഞുങ്ങളുമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ള കേസുകളാണ് എനിക്ക് ബാധിക്കുന്നത്. എന്ന് വെച്ചാൽ ഒന്നുകിൽ കുഞ്ഞുങ്ങളെ ടോർച്ചർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എൻ്റെ കേസ് അല്ലെങ്കിൽ പോലും ഇപ്പം നടന്ന 1.5 വയസ്സുള്ള ആ കുഞ്ഞിന് അതിൻ്റെ ആദ്യത്തെ മാരേജിൽ വന്ന കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ റൂട്ട് കോസ് നോക്കുകയാണെങ്കിൽ മാരിറ്റൽ ഇഷ്യൂസ് ആവാം, അത് സെപ്പറേറ്റ് ആയി വേറൊരു റിലേഷൻഷിപ്പിലേക്ക് വന്നു, അയാളാണ് ആ കുട്ടീനെ കൊന്നത്. അതെൻ്റെ കേസല്ല, ഞാൻ ചെയ്യുന്നതുമല്ല. ഈവൻ ദോ ഇങ്ങനത്തെ കേസുകളുണ്ടല്ലോ, ആ കേസിന് ശേഷം എനിക്ക് കുറച്ച് ദിവസം ഉറങ്ങാൻ പറ്റില്ല. ഞാൻ ബാഡായിട്ടുള്ള എന്ന് വെച്ചാൽ ഓഫീസിലേ എനിക്ക് ഇത് കേട്ട് വരുന്നു, പിന്നെ ന്യൂസും കൂടെ വരുമ്പോഴേക്ക് കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന കേസുകളാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. കുഞ്ഞുങ്ങളെ ഒരു പെൺകുട്ടി ഇന്നലെ തന്നെ വന്ന എന്നെ കൊടുത്തിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അച്ഛനെ വെറുത്ത് പോവുക മാഡം എന്ന് കരയുമായിരുന്നിട്ട്. അവൾക്ക് എനിക്ക് തോന്നുന്നു ഒരു 12-13 വയസ്സാവും. അവസരം ഞാൻ കെട്ടിപ്പിടിച്ച് കിസ്സൊക്കെ കൊടുത്തിട്ടാണ് പോയത്, ചൈൽഡ് ലൈൻ നമ്പറും കൊടുത്തിട്ട്. എനിക്ക് വെറുത്ത് പോകും. ഞാൻ ഇരുന്നാ പ്രശ്നം, എണീറ്റാ പ്രശ്നം, ഞാൻ പാട്ട് പാടിയാ പ്രശ്നം, നല്ല സിംഗറാണ് പ്രശ്നം, അമ്മയെപ്പോലെ അഹങ്കാരിയാവുന്നു തിരിച്ചു പറഞ്ഞാൽ പ്രശ്നം. ഇതൊക്കെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതാണ്. ഞാനിപ്പോൾ ഒന്നും ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ ക്യാരി ചെയ്യുന്നില്ല. ഞാൻ വൈകുന്നേരം പോയിട്ട് ഇതെല്ലാം ഇങ്ങനെ ക്ലെൻസ് ചെയ്ത് മാറ്റുന്നുണ്ട്. അതാണ് പെട്ടെന്ന് റീസെൻ്റായിട്ട് ഇന്നലെ നടന്നത് കാരണം എനിക്കത് പറയാൻ പറ്റും. കുട്ടികളെ ബാധിക്കുന്നതാണ് എല്ലാം. പിന്നെ ഒന്നും ഞാൻ പറഞ്ഞ പോലെ മുറിവേറ്റ് പടങ്ങി വരണവരക്കുമ്പോൾ ഏത് വേദനയാണ് ഏറ്റവും കൂടുതലെന്ന് എനിക്ക് പറയാൻ. മാം ഡൊമസ്റ്റിക് വയലൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് കേസസ് മാം പെർ ഡേ ഒരു നിരക്കിൽ, ദിനം പ്രതി എന്നുള്ളൊരു നിരക്കിൽ മാം സോൾവ് ചെയ്യാറുണ്ട്. സോ കേരളത്തെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നൊരു പ്രശ്നം എന്താണ്? അതായത് ഒരു ഓൾഡർ ജനറേഷനിലായാലും ന്യൂവർ ജനറേഷൻ, നമ്മുടെ ഒരു ന്യൂ ജനറേഷൻ സോ കോൾഡ് 2K കിഡ്സിൻ്റെ ഇടയിലായാലും ഡിവോഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു മാറ്റവുമില്ല. അന്ന് കേട്ട അതേ കഥകൾ തന്നെയാണ് മാം ഇന്നും കേൾക്കുന്നത് എന്ന് തോന്നുന്ന ഒരു സിമിലാരിറ്റി എന്താണ്? പെണ്ണാണെങ്കിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണ് എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് ജനറേഷനാണ്, അല്ലെങ്കിൽ സെക്കൻഡാണ്. ഇപ്പോൾ എനിക്ക് വരുന്ന കേസുകളും എല്ലാം കൂടുതലും എന്താ പറയുക, പഴയ ജനറേഷനാണെങ്കിലും പഴയ ജനറേഷൻ അത് അക്സെപ്റ്റ് ചെയ്ത്, ഇപ്പോൾ എൻ്റെ ജനറേഷനാണ് ഒരു അമ്മ ലെവലിൽ വരുന്ന സമയത്ത് നമ്മളത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ പെണ്ണാണ് ഓക്കെ. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കും അത് പറയുമ്പോഴും അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, കയറിപ്പോകുന്ന വീട്, കെട്ടിച്ച് വിടുന്നത്, ഇതൊന്നും ഇന്നും നിലനിൽക്കുന്നില്ലേ? അന്നും നിലനിന്നു, ഇന്നും നിലനിൽക്കുന്നു. ഡവറി സാധനം അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. അപ്പോൾ അതങ്ങനെ ഒരു ഈക്വൽ പാർട്ട്ണർഷിപ്പാണ് മാരേജ് എന്ന് കഴിയാതെ എന്തോ ഒരാൾ ഔദാര്യം പോലെ ഒരുത്തിന് കുറേ കാശ് വാങ്ങിച്ചിട്ട് ഒരു പെണ്ണിനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് നീ വന്നു കയറിയ പെണ്ണാണ്. ഇതൊക്കെ അന്നും ഇന്നും ഉണ്ട്, ഇതിനൊരു മാറ്റവും ഇല്ല. എന്നാൽ ഇപ്പോൾ ഈ ഒരു തലമുറയിലേക്ക് വരുമ്പോൾ അവർ കൂടുതലായിട്ട് മാമിനോട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്താണ്? അതായത് മാമിന് വളരെ പുതുമയുള്ളതായിട്ട് തോന്നി. അതായത് ഒരു 10 വർഷം മുമ്പ് ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ആരും ഡിവോഴ്സ് ആവുന്നുണ്ടായിരുന്നില്ല. ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആത്മാഭിമാനത്തിനെ ചോദ്യം ചെയ്യുന്ന വാക്കുകളാണെങ്കിലും പ്രവൃത്തികളാണെങ്കിലും അവരുടെ സ്വാതന്ത്ര്യം പണ്ടത്തിനേക്കാളും കൂടുതൽ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. അന്ന് അങ്ങനെയല്ല. നമുക്ക് എന്താണ് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള വാക്കുകളെന്നല്ല, ഇറ്റ്സ് നോർമലൈസ് ചെയ്ത് പോകും. നമ്മളങ്ങനെ പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ മോശം വാക്ക് പറയുകയാണെങ്കിലും ഒരു തെറി വിളിക്കുവാണെങ്കിലും അതൊക്കെ ഒരു ഭർത്താവിൻ്റെ ഒരു ഗമ പോലെയോ എന്തോന്നും പൗരുഷവും ഒക്കെ കാണിക്കണ പോലെ തോന്നും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളിൽ ഈ സ്വാതന്ത്ര്യവും ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഇതും കൺട്രോളിങ് നേച്ചർ ഇതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറ്റുന്നില്ല. പെൺകുട്ടികൾക്കാണോ ആൺകുട്ടികൾക്കാണോ മാം കൂടുതലായിട്ടും ഉണ്ട്? കൂടുതലും എനിക്ക് മാറ്റങ്ങൾ വരുന്നതും എന്നിലേക്ക് വരുന്നതും പെൺകുട്ടികളായത് കാരണം എനിക്ക് അവരുടെ പ്രശ്നങ്ങളാണ് എനിക്ക് കൂടുതൽ. എനിക്ക് 90% അബോ സ്ത്രീകളാണ് എൻ്റെ മാമിന് ഡിവോഴ്സിന് വേണ്ടി വിളിക്കുന്ന പെൺകുട്ടികളാണ്. ഇത് രണ്ടാ. ഡൊമസ്റ്റിക് വയലൻസും ഡിവോഴ്സും രണ്ടാ. ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഒഫൻസ്, ക്രൈമാണ്, ഒരു വയലൻസ് ആണ്. പക്ഷെ അത് ഡിവോഴ്സിൽ എത്തണമെന്നൊന്നുമില്ല. ഡിവോഴ്സ് എന്ന് പറയുന്നത് പ്യുവർലി പേഴ്സണൽ ആയിട്ടുള്ളൊരു ചോയ്സാണ്. അത് അവർ കറേജസ് ആയിട്ട് എടുക്കുന്ന ഒരു തീരുമാനമാണ്.
അപ്പോൾ ഇത് ചിലപ്പം ഡിവോഴ്സ് അവർക്ക് ആവശ്യം ഉണ്ടാവില്ല, പക്ഷേ അവർക്ക് സമാധാനവും സന്തോഷവുമായിട്ട് ഭയമില്ലാതെ ജീവിക്കണമല്ലോ. അവിടെയാണ് ഈ ഡൊമസ്റ്റിക് വയലൻസ് ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. മാം പറഞ്ഞു പണ്ട് കാലങ്ങളിൽ ഈ ഡിസ്റെസ്പെക്റ്റ് വലിയ പ്രശ്നമായിരുന്നില്ല, പക്ഷേ ഇന്ന് കുട്ടികൾക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം വേണം, അതിൻ്റെ പേരിലൊക്കെ ഡിവോഴ്സസ് കേസസ് കൂടുതലായിട്ട് നടക്കാറുണ്ട്. കൂടുതലും നമ്മൾ ഈ ഡിവോഴ്സ് കേസിൽ സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്തകളാണ്. നമ്മൾ ഭർത്താവ് സ്ത്രീധനത്തിന് വേണ്ടി പീഡിപ്പിച്ചു. ഇപ്പം തന്നെ കിരൺ വിസ്മയ കേസ്, അതുപോലെ തന്നെ ഉത്രേനെ വേണ്ടി പാമ്പിനെ വിട്ട് കൊല്ലിക്കുന്നുണ്ടായിരുന്നു, അതും സ്വത്ത് പ്രശ്നത്തിന് വേണ്ടിയിട്ട്. ഇതല്ലാതെ ആണുങ്ങളെ ഭയങ്കരമായിട്ടും ഹറാസ് ചെയ്ത ഏതെങ്കിലും കേസ് മാമിൻ്റെ മുന്നിൽ വന്നത്? അതായത് വരാറുണ്ട് മീര. ആണുങ്ങൾ ഹരാസ് ചെയ്യണം, എനിക്ക് തോന്നുന്നു അവരുടെ കൺട്രോൾ ചെയ്യുന്നത്, ഓവർ പൊസസീവ് ചെയ്യുന്നത്, ഫിനാൻഷ്യലി ലൂട്ട് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നിങ്ങൾക്ക് എത്ര ശമ്പളം ഉള്ളത്, ഇതെങ്ങോട്ട് പോയി, അല്ലെങ്കിൽ വീട്ടിൽ എന്തിനാ കൊടുക്കണേ, ഈ രീതിയിലുള്ള കൺട്രോളിങ് നേച്ചർ വരുന്നത്. പിന്നെ സംശയം ചെയ്യുന്നത്, മറ്റേ വിളിക്കുന്നത് ആരാണിത്, ഗേൾ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ അവളും എന്തിനാ നിങ്ങളെ വിളിച്ചത്, ഈ ഒരു രീതിയിലാണ്. ഇവർ മനസ്സിന് സമാധാനമില്ല, സ്വസ്ഥതയില്ല. ഇത് പണ്ട് നല്ല ക്രിക്കറ്റും കളിച്ച് നടന്ന ആളെ അഴിക്കുമ്പോഴപ്പം എന്തിനാ എൻ്റെ കൂടെ ഇരുന്നാൽ എന്താ പ്രശ്നം, അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് പോകും. പക്ഷെ അത് പെട്ടെന്നൊന്നും ഡിവോഴ്സിലേക്കില്ല. ഒരു ഡിവോഴ്സും പെട്ടെന്ന് വരുന്നതല്ല. ഗ്രാജുവലി പതിയെയാണ് സാധനം അതൊരു പൊട്ടിത്തെറിയിലേക്ക് വരുന്നത്. ഇതൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പുരുഷനുണ്ടാക്കി. എനിക്ക് സമാധാനമായിട്ട് ജീവിക്കണം വേണം, എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ശ്വാസം വിടണം എന്ന് പറഞ്ഞു വരുന്നവരുണ്ട് ആണുങ്ങൾ. പിന്നെ ഫാമിലിയിൽ ഒരുമായിട്ട് ഇടപെടാൻ സമ്മതിക്കാതെ ഐസൊലേറ്റ് ചെയ്യും. സഹോദരിക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുത്തു, എന്തിനാ ഇപ്പം അവൾക്കത് മേടിച്ചത്, അല്ലെങ്കിൽ മേടിച്ചതിനേക്കാളും കൂടുതൽ എനിക്ക് എന്തിനാ തരാത്തെ, അങ്ങനത്തെ രീതികൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും ആണുങ്ങളിൽ. ഇപ്പം ജയ 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 ഹേ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു, അത് ബേസിലും ദർശനയും കൂടെ ചെയ്തത് ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിരുന്നു. അതിൽ ദർശന ബേസിൽ എന്ന് പറയുന്ന ഭർത്താവിൻ്റെ ക്യാരക്ടറിനെ അടിച്ച് ഇടിച്ച് റൊട്ടി പരുവാക്കുന്ന ഒരു സീനൊക്കെ തിയേറ്റേഴ്സിൽ വൻ കയ്യടിയായിരുന്നു. അതുപോലെ മാം ഏതെങ്കിലും ഒരു കേസ് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അതായത് ശാരീരികമായിട്ട് പെണ്ണുങ്ങൾ ആണുങ്ങൾക്ക് മേളിൽ കയറി അടിച്ചിട്ടുണ്ട് തിരിച്ച്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജയ ജയ ഹേയിലാണെങ്കിൽ അവൾ ഒരു പോയിന്റ് എത്തുമ്പോഴാണ് റിയാക്ട് ചെയ്യുന്നത്. അതുവരെ അവൾക്ക് അറിയില്ല, അവൾ അതെങ്ങനെ ചെയ്യണം, അവൾ ആ ഷോക്കിൽ നിന്നിട്ട് പിന്നെ ഇതെങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്യണം എന്ന് വിചാരിച്ചു. കാരണം വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലയെന്ന് അവൾക്ക് മനസ്സിലായി, ഒരിടത്തൊന്നും എക്സ്റ്റേണൽ സപ്പോർട്ട് അവൾക്കില്ല. അപ്പോൾ അവൾക്ക് അവളെ തന്നെ സേവ് ചെയ്യണം, അവളുടെ ബോഡി അവൾക്ക് സേവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അവൾ റിയാക്ട് ചെയ്യണം. ഇതുപോലെ റിയാക്ട് ചെയ്യുന്ന പിള്ളേരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിക്കും എന്ന് പറയും, അടിയടിയും കൊണ്ട് ഇട്ടിട്ട് ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് തിരിച്ച് തല്ലുന്നവരും ഉണ്ട്. അത് പണ്ടായിരുന്നു മാം, ഇപ്പോഴാണ്. ഇപ്പം പിള്ളേർ തിരിച്ചു കൊടുക്കും, പയ്യന്മാർക്ക് നല്ല കൊടുക്കും. എന്നിട്ട് വന്നിട്ട് പറയും, മാഡത്തിന് അറിയോ അവൾ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന പിള്ളേരും ഉണ്ട്. തിരിച്ചു വന്നിട്ട് ചെക്കന്മാർ പറയാറുണ്ട്, ഞാൻ അവൾ ഒന്നും അടിച്ചിട്ട് പോലും ഇല്ല മാഡം എന്ന് പറയാം. ആ സ്റ്റേറ്റ്മെൻറ്റേ തെറ്റാണ്. ഈ അടിയും പിടിയും ഒന്നും അല്ലല്ലോ കുടുംബജീവിതം. തമാശകളും ചിലപ്പം എന്തെങ്കിലുമൊക്കെ, അതിനെയൊന്നും നമ്മൾ വലിയ സംഭവമായിട്ടൊന്നും കരുതേണ്ട ആവശ്യമില്ല. അത് അവർ തന്നെ സോൾവ് ചെയ്യേണ്ട പ്രശ്നം. പക്ഷെ മനഃപൂർവ്വം മറ്റേ ആൾക്ക് പെയിൻ കൊടുക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന എല്ലാം വയലൻസാണ്.